ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് BDF ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉപ്പ് എന്തുമാത്രമാണെന്ന് വെച്ചാൽ അതെല്ലാം നമുക്കൊന്ന് പൊതിഞ്ഞ് വെക്കാം. അതെന്നിട്ട് വെള്ളം ഒട്ടും ചേർക്കണ്ട, വെള്ളമില്ലാതെ തന്നെ നമുക്കൊരു കുക്കറിലോട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പകുതി വേവായാൽ മതിയേ. എൻ്റെ കുക്കറിൽ 4 വിസിലാണ് അടിക്കേണ്ടത് പകുതി വേവിന്. അത് നമ്മൾ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം അപ്പം മാറ്റി വെക്കണം കേട്ടോ, എടുത്ത് വെക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ബീഫ് കട്ട് ചെയ്യണേ ഇത്രയും നീളത്തിന് എടുക്കണം കേട്ടോ. ഇത് മൊത്തത്തിൽ നമ്മൾ എന്നിട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് പൊതിയാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. ആദ്യം 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ ഇത്. പിന്നെ വേണ്ടത് 7 വത്തലമുളക് നമ്മൾ ചതച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ, അത് 2 ടീസ്പൂൺ. പിന്നെ 2 ടീസ്പൂൺ വിനാഗിറും കൂടെ എടുത്തു. ഈ ബീഫ് വെന്ത വെള്ളത്തിലാട്ടോ നമുക്കിത് മിക്സ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടെ നമുക്ക് ബീഫിലോട്ട് പൊതിഞ്ഞ് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ചീനച്ചട്ടിയിലോട്ട് നല്ല വെളിച്ചെണ്ണയിലാട്ടോ ഞാനിത് എടുക്കുന്നത്. ആദ്യമേ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ബീഫ് ഇടാം. നമ്മുടെ സബ്സ്ക്രൈബർ ഉഷച്ചേച്ചി പറഞ്ഞായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് BDF ഒന്നുണ്ടാക്കാൻ. അങ്ങനെ ചെയ്ത് നോക്കിയതാ. എളുപ്പമാണ് കേട്ടോ, എളുപ്പമാണ്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.